ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. എല്ലാവർക്കും ഡെയിലി അനാലിസിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമുക്ക് നിഫ്റ്റി ഇത് ചാർട്ട് നോക്കാം. ഇത് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടാണ്. സോ ഞാൻ ഓൾറെഡി എൻ്റെ ഫ്രൈഡേത്തെ വീഡിയോയിലും ഞാൻ വീക്ക് അനാലിസിലും പറഞ്ഞായിരുന്നു നിഫ്റ്റിയുടെ ക്ലോസിംഗ് നെഗറ്റീവാണ്. സോ ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഗ്യാപ് ഡൗൺ ആണെങ്കിൽ താഴോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നിഫ്റ്റി ഇപ്പോൾ ഒരു ക്രൂഷ്യൽ സപ്പോർട്ടിലാണ്. 25,930 എന്ന് പറഞ്ഞ ക്രൂഷ്യൽ സപ്പോർട്ടാണ്. ഞാൻ ഓൾറെഡി നമ്മൾ മുന്നേ 1 വീക്ക് 2 വീക്ക് മുന്നേ ഇത് മാർക്ക് ചെയ്ത സോണാണ്. സോ ആ സപ്പോർട്ടിലാണ് നിഫ്റ്റി ഉള്ളത്. നമുക്ക് 5 മിനിറ്റ് ചാർട്ട് നോക്കാം. 5 മിനിറ്റ് ചാർട്ട് ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ സോ ഞാൻ പറഞ്ഞു ഇതിന്റെ താഴെ വരികയാണെങ്കിൽ നമ്മുടെ ഇന്നലെ തന്നെ നമ്മൾ ഇതുവരെയുള്ള ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്തതാണ് ഫ്രൈഡേ, ബട്ട് അതുവരെ ഉണ്ടായില്ല. സോ ഇന്ന് കറക്റ്റ് ആ ടാർഗറ്റ് ആ പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇന്ന് ഫ്ലാറ്റ് ആയിട്ടാണ് ഓപ്പണിംഗ് ഉണ്ടായിരുന്നത്. ഫ്ലാറ്റ് ഓപ്പണിംഗ് ഉണ്ടായി, ഒരു മൂവ് അപ്പിലോട്ടുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടായി. പക്ഷെ നമ്മളെ സ്ട്രാറ്റജി പ്രകാരം അത് ഇവിടെ എൻട്രി കിട്ടും, അല്ലെങ്കിൽ ഇവിടെ എൻട്രി എടുക്കാം. ഏതായാലും വീക്ക്ലി പൊസിഷൻ ആണെങ്കിൽ ഇവിടെ എൻട്രി കിട്ടും, ഡെയിലി ഇൻട്രാഡേ ആണെങ്കിൽ ഇവിടെ എൻട്രി എടുക്കാം. സോ അത് കഴിഞ്ഞ് നമ്മൾ വീക്ക്ലി ആണെങ്കിൽ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. ഓക്കെ, എനിക്കൊരു നിഫ്റ്റി നെഗറ്റീവ് ടെറിട്ടറിയിലാണ് ഉള്ളത്. ഇനി നമ്മൾ ഡെയിലി ക്യാൻഡിൽ വെച്ച് നോക്കുമ്പോൾ ഒരു ഫർദർ ഇപ്പോൾ ഇതിന് താഴെ വരാണെങ്കിൽ ഒരു പ്രൈസ് ആക്ഷൻ ഫോം ചെയ്ത് ഡയറക്റ്റ് താഴെ പറഞ്ഞല്ല, ഒരു പ്രൈസ് ആക്ഷൻ ഫോം ചെയ്ത് താഴെ വരാണെങ്കിൽ പിന്നെ ഫർദർ ഡൗൺവേർഡ് ഡയറക്ഷനിലോട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് കാണുന്നത്. അല്ലെങ്കിൽ നിഫ്റ്റി ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് മുകളിലോട്ട് പോകണം. ഇത് ക്രൂഷ്യൽ സപ്പോർട്ടിലാണ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത്. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റി അത്ര ഒരു നെഗറ്റീവ് പോലെ തോന്നുന്നില്ല, ഒരു സ്ലൈറ്റ്ലി എം പാറ്റേൺ ഫോർമേഷൻ ആവുന്നുണ്ട്. സോ ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ലാസ്റ്റ് സപ്പോർട്ട്. സോ ഇത് 58,700, അത് താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ദെൻ ഒരു ഫർദർ താഴോട്ടുള്ള മൂവ്മെന്റിനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് വലിയൊരു ഡയറക്ഷനിൽ ഒരു നെഗറ്റീവ് ഡയറക്ഷനിലോട്ട് വന്നിട്ടില്ല. ഡബ്ല്യു ഫോർമേഷൻ ഒരു സപ്പോർട്ടായിട്ട് എടുക്കുക, ആ ഒരു സപ്പോർട്ട് ഡബ്ല്യു ഫോർമേഷന്റെ ഒരു നെക്ക് തന്നെയാണ് സപ്പോർട്ടായിട്ട് എടുത്തേക്കുന്നത്. സോ അത് ഇവിടെ നിന്നൊരു റിവേഴ്സിനുള്ള ചാൻസ് കാണുന്നുണ്ട് നിഫ്റ്റി സ്മോൾ ക്യാപ്പിൽ. ഓക്കെ, നിഫ്റ്റി മിഡ് ക്യാപ്പ് ആണെങ്കിൽ നിഫ്റ്റി മിഡ് ക്യാപ്പ് സ്ലൈറ്റ്ലി നെഗറ്റീവ് ആയിട്ടുണ്ട്, കാരണം ആ സപ്പോർട്ട് താഴെ വന്നു. ബട്ട് നാളത്തെ ഓപ്പണിംഗ് അനുസരിച്ചിരിക്കും. നാളെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ഒക്കെ ആണെങ്കിൽ പിന്നെ ഒരു പാടായിരിക്കും മൂവ്മെന്റിനുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഒരു സഡൻ ഒരു ഷാർപ്പ് റിവേഴ്സൽ ഉണ്ടായിരിക്കണം. നമുക്ക് ബിറ്റ് കോയിൻ നോക്കുകയാണെങ്കിൽ ബിറ്റ് കോയിൻ വളരെ ഫ്ലാറ്റ് ആണ്. ഒരു മാസമായിട്ട് ആ ഒരു പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. ബിറ്റ് കോയിൻ ഒരു ലാർജ് മൂവ്മെന്റിന് ഒരു തയ്യാറെടുക്കുകയാണെന്ന് തോന്നുന്നു. അതെനിക്ക് മോസ്റ്റ്ലി അപ്സൈഡ് ആണെന്നുള്ള മൂവ്മെന്റം പോലെയാണ് എനിക്ക് ഇതുവരെയും തോന്നുന്നത്. നമ്മൾ ഓൾറെഡി അത് 3-4 വീക്കായിട്ട് പറയുകയാണ്, ഒരു ലാർജ് മൂവ്മെന്റത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ബിറ്റ് കോയിന്. സിൽവർ ഇന്ന് ഓൾമോസ്റ്റ് ഒരു സഡൻ ക്രാഷ് ആയിട്ടുണ്ട്. ഇതുവരെ പോയിട്ട് സഡൻ ഓൾമോസ്റ്റ് 10% ഡൗൺ ആയിട്ടുണ്ട്. സിൽവർ ഒത്തിരി മൂവ് ചെയ്തായിരുന്നു. സോ നമുക്ക് നോക്കാം സിൽവർ ഇനി സിൽവറിന്റെ ലാസ്റ്റ് സപ്പോർട്ട് വരുന്നത് 67.2 ആ റേഞ്ചിലാണ്. സോ ഇതുവരെ ഉള്ള ഒരു ടാർഗറ്റ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സെല് ചെയ്യുകയാണെങ്കിൽ ഇതുവരെയുള്ള ടാർഗറ്റ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഗോൾഡും ഒരു റിവേഴ്സ് ഷാർപ്പ് ഫെല്ല് വരുന്നുണ്ട്. ഇത് ഗോൾഡിന്റെ ഈ ഒരു സപ്പോർട്ട് ഉണ്ടാവും. ഈ ഒരു സപ്പോർട്ട് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തില്ലെങ്കിൽ ദെൻ ഫർദർ സപ്പോർട്ട് വരുന്നത് 41,180 ആ റേഞ്ചിലായിരിക്കും. 190 അല്ലെങ്കിൽ 41,200 റേഞ്ചിൽ വരെ നിങ്ങൾക്ക് ഒരു സെല്ലിംഗ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ നിഫ്റ്റി നമ്മുടെ വീക്ക്ലി സ്റ്റോക്ക് നമുക്ക് വീക്ക്ലി അനാലിസിസ് ഡിസ്കസ് ചെയ്യാം. വീക്ക്ലി സ്റ്റോക്കിന് എൻട്രി കിട്ടിയില്ല, എന്ന് ഒരു അപ്വേർഡ് മൊമെന്റമാണ് ഉണ്ടായിരുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ബാക്കിയുള്ള ദിവസങ്ങളിൽ അത് പെർഫോം ചെയ്യണമെന്ന് നോക്കാം. നമുക്ക് ഇൻഡെക്സ് ചാർട്ട് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഇൻഡെക്സും റെഡ് ആയിരുന്നു. നിഫ്റ്റി 0.38 ഡൗൺ ആയിരുന്നു. നിഫ്റ്റി 50. ടാറ്റ സ്റ്റീൽ 1.88 അപ്പ് ആയിരുന്നു. ടാറ്റ കൺസ്യൂമർ 1.59. ഏഷ്യൻ പെയിന്റ്സ് 1.404 അപ്പ് ആയിരുന്നു. ഇത് നമ്മുടെ സെല്ലിങ്ങിന് പറഞ്ഞ സ്റ്റോക്കാണ്, പക്ഷേ സഡൻ റിവേഴ്സൽ ഉണ്ടായിട്ടുണ്ട്. ഡൗണിലുള്ള സ്റ്റോക്സ് അദാനി പോർട്സ് ഡൗൺ ആയിരുന്നു 2.27. HCL ടെക് 1.82 ഡൗൺ ആയിരുന്നു. പവർ ഗ്രിഡ് 1.75 ഡൗൺ ആയിരുന്നു. നെക്സ്റ്റ് 50 നോക്കുകയാണെങ്കിൽ BPSL അപ്പ് ആയിരുന്നു 1.37. IOC 1.12. ബജാജ് ഹോൾഡിംഗ് 0.73 അപ്പ് ആയിരുന്നു. ഡൗൺലോഡ് നോക്കുകയാണെങ്കിൽ IRFC 5.45. ഹിന്ദുസ്ഥാൻ സിംഗ് 2.94. JSW എനർജി 1.88 ഡൗൺ ആയിരുന്നു. സ്മോൾ ക്യാപ് 250 നോക്കുകയാണെങ്കിൽ MMTC 8.64 അപ്പ് ആയിരുന്നു. HGG 5.76 അപ്പ് ആയിരുന്നു. ക്രാഫ്റ്റ്മാൻ 5.08 ഡൗൺ ആയിരുന്നു. റിലയൻസ് ഇൻഫ്ര 5% ഡൗൺ ആയിരുന്നു. മൾട്ടി ക്യാപ്പും കൂടെ മിഡ് ക്യാപ്പും കൂടെ നോക്കാം.
മിഡ് ക്യാപ് ഹഡ്കോ 2.65 അപ്പായിരുന്നു, NLC ഇന്ത്യ 2.59 അപ്പായിരുന്നു, NTPC ഗ്രീൻ 2.15 അപ്പായിരുന്നു, എൻജിനീയറിംഗ് 2.67 ഡൗൺ ആയിരുന്നു, ഡിക്സൺ 3.63 ഡൗൺ ആയിരുന്നു, RVNL 5.43 ഡൗൺ ആയിരുന്നു. സോ ഇതെല്ലാമാണ് ഇന്നത്തെ ഹീറ്റ് അനാലിസിസ്. ഇന്ന് മെയിൻലി ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആയിട്ട് ഒന്നുമില്ല, അങ്ങനെ മാർക്കറ്റിനെ ഇൻഫ്ലേറ്റ് ചെയ്യണ ന്യൂസ് ഒന്നുമില്ല. സോ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.